അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കുമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ വിമർശിക്കാനും എതിർക്കാനും ഉള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുകയും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേപടി നമ്മൾ എല്ലാവരും അംഗീകരിക്കണമെന്നുമില്ല. BJPയും അംഗീകരിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ആരെയെങ്കിലുമൊക്കെ പ്രീണിപ്പെടുത്താൻ വേണ്ടി കേരളത്തിൻ്റെ നിയമ സംവിധാനത്തെയും ലോ ആൻഡ് ഓർഡറിൻ്റെയും ദുരുപയോഗം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രവൃത്തി നീചമാണ്, കേരളത്തിന് അപമാനമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇപ്പോൾ ഈ കള്ളക്കേസ് എടുത്തതിനെതിരെ അദ്ദേഹം നിയമപരമായിട്ട് നീങ്ങുമെന്നാണ് പറഞ്ഞത്. കള്ളക്കേസ് യാതൊരു വിധത്തിൽ ഇവിടെ നരേന്ദ്രമോദിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞ ആൾക്കാർക്കെതിരെ ഈ രമേശ് ചെന്നിത്തല ഒരു ചെറുവിരൽ അരയ്ക്കും. ഇതുവരെ ഈ രാജ്യത്തെ ദേശാഭിമാനികൾക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞ എത്രയോ നീചരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ കേരളത്തിലുണ്ട്. അവർക്കെതിരെ FIR എടുക്കാനോ നടപടിയെടുക്കാനോ തയ്യാറായോ? നരേന്ദ്രമോദിയെ കൊന്നുകളയുമെന്ന് പറഞ്ഞ ആൾക്കാർക്കെതിരെ എത്ര കേസാണ് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുള്ളത്? ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു FIR എടുക്കാൻ ഈ രമേശ് ചെന്നിത്തല തയ്യാറായോ? അപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവഹേളിക്കാനും അപമാനിക്കാനും അദ്ദേഹത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു കുറ്റമല്ല. അവിടെ അത് കുറ്റമായിട്ട് കാണാത്തവർ ഇത്തരത്തിലുള്ള ഇവിടുത്തെ തീവ്രവാദികളെയും വിഘടനവാദികളും രാജ്യത്തിനെതിരെ നിൽക്കുന്നവർക്കെതിരെയും ആരെങ്കിലും പ്രതികരിച്ചാൽ അതിൻ്റെ വാക്കുകളിൽ പിടിച്ച് അതിൻ്റെ പേരിൽ FIR ഇടുകയും ഞായറാഴ്ച അവധി ദിവസം അർദ്ധരാത്രിയിൽ അദ്ദേഹം അത്തരത്തിലുള്ള പ്രായം പോലും നോക്കാതെ ആരോഗ്യസ്ഥിതി പോലും നോക്കാതെ വയസ്സായ വ്യക്തിത്വത്തെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്ന സമീപനം അത് ഭൂഷണമാണോ ഒരു 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 നിയമ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്? അല്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ലല്ലോ. അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹവും ആ വിമർശിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന ആളാണ്. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും എതിർക്കാനുള്ള സ്വാതന്ത്ര്യവും തിരിച്ച് അതിനെതിരെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമല്ലല്ലോ നമ്മുടെ സംസ്ഥാനം. ഞാൻ പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞവരെ സ്വസ്ഥമായിട്ട് കൈയും വീശി നടക്കാൻ അനുവദിക്കുന്ന രമേശ് ചെന്നിത്തല ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇതുപോലെ നിയമപരമായി എടുക്കാൻ പാടില്ലാത്ത കേസുകൾ എടുത്തിട്ട് എന്തിനാണ് പീഡിപ്പിക്കുന്നത്? ഈ പീഡനം എന്ന് പറയുന്നത് ഒന്ന് രാജ്യദ്രോഹികളുടെ കയ്യടി വാങ്ങാനാണ്. മാത്രമല്ല മറ്റൊരു ലക്ഷ്യവും കൂടെ ഇതിന്റെ പിന്നിലുണ്ട്. കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് ഇന്ന് ദുരിതബാധിത സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ജനം അവർക്കെതിരെ പ്രതികരിച്ചു വരികയാണ്. ഞങ്ങൾ ഇന്നലെ കടലോര മേഖലയിൽ പോയിരുന്നു. കടലോര മേഖലയിൽ ഈ കേരളത്തിലെ ഇവിടുത്തെ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗ് അടികൂടിയിട്ടാണ് വാങ്ങിയത്. ആ ഫിഷറീസ് മന്ത്രി ഇതുവരെ മരണപ്പെട്ടവരോ നഷ്ടപ്പെട്ടവരോ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലും ഫിഷറീസ് മന്ത്രിക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ അടിച്ചോടിക്കും. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ സമ്പൂർണമായിട്ടും പരാജയപ്പെട്ട ഈ മഴയും പ്രളയവും കൊണ്ടുണ്ടായ ദുരിതത്തെ പരിഹരിക്കുന്നതിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, നഷ്ടപ്പെട്ടു പോയ മത്സ്യപ്രവർത്തകരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, അങ്ങേയറ്റം പിടിപ്പുകെട്ട കഴിവുകെട്ട ഒരു സർക്കാരിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് വിഷയം മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില അടവ് നയങ്ങളും കൂടിയാണ് ഇതൊന്നും രാഷ്ട്രീയപരമായിട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല.